വെൽക്കം ബാക്ക് ടു ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ് ഓഫ് CMS. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സർഫസ് കെമിസ്ട്രിയിൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത സെക്ഷനിലോട്ടാണ് പോകുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കറ്റാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറ്റാലിസിസ്. അപ്പോൾ കറ്റാലിസിസ് എന്തെന്ന് നോക്കുന്നതിന് മുന്നേ കാറ്റലിസ്റ്റ് എന്തെന്ന് നോക്കാം. കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് ദാറ്റ് ഓൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് ബീങ് കൺസ്യൂംഡ് ഇൻ ദ ഓവറോൾ റിയാക്ഷൻ. അതായത് കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ നമ്മൾ എത്ര എമൗണ്ട് കാറ്റലിസ്റ്റാണ് ഉപയോഗിക്കുന്നത് അത്രയും എമൗണ്ട് കാറ്റലിസ്റ്റിനെ ആ ഓവറോൾ റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ആ കാറ്റലിസ്റ്റിൻ്റെ എമൗണ്ടിന് മാറ്റമൊന്നുമില്ല. അതാണ് പറയുന്നത് സബ്സ്റ്റൻസ് ദാറ്റ് ഓൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് ബീങ് കൺസ്യൂംഡ് ഇൻ ദി ഓവറോൾ റിയാക്ഷൻ. അതുപോലെ തന്നെ ഈ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് റിയാക്ഷൻ റേറ്റ് ഓൾട്ടർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഫിനോമിന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഫിനോമിന ഓഫ് ഓൾട്ടറിങ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ബൈ ദ അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ് ഈസ് കാൾഡ് കറ്റാലിസിസ്. കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഓൾട്ടർ ചെയ്യുമെന്ന് പറഞ്ഞു. 2 തരത്തിലാണ് ഓൾട്ടർ ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ റിയാക്ഷൻ്റെ സ്പീഡിനെ കൂട്ടും, അല്ലാന്നുണ്ടെങ്കിൽ റിയാക്ഷൻ്റെ സ്പീഡിനെ കുറയ്ക്കും. റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ കൂട്ടിയാൽ നമ്മളതിനെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നും റിയാക്ഷൻ്റെ സ്പീഡിനെ കുറച്ച് കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് കാറ്റലിസ്റ്റാണുള്ളത്, പോസിറ്റീവ് കാറ്റലിസ്റ്റും നെഗറ്റീവ് കാറ്റലിസ്റ്റും. അടുത്തത് പറയുന്നത് പ്രൊമോട്ടേഴ്സും പോയിസൺസും. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റീനെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അതിനെ കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് എന്നും, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ കാറ്റലിറ്റിക് പോയിസൺസ് എന്നായിരിക്കും പറയുന്നത്. കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സിന് എക്സാമ്പിളാണ് ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ നമ്മുടെ അമോണിയയുടെ മാനുഫാക്ചറിങ്ങിന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റലിറ്റിക് പോയിസൺസിൻ്റെ എക്സാമ്പിളാണ് കോണ്ടാക്ട് പ്രോസസ്സ്. കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിന് പറയുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്സ്. അപ്പോൾ ഇതാണ് പ്രൊമോട്ടേഴ്സും പോയിസൺസും. പ്രൊമോട്ടേഴ്സ് എന്ന് വെച്ചാൽ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു, പോയിസൺസ് എന്ന് വെച്ചാൽ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറ്റാലിസിസിൻ്റെ ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് കറ്റാലിസിസ് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഹോമോജീനിയസ് കറ്റാലിസിസും രണ്ടാമത്തത് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹോമോജീനിയസ് കറ്റാലിസിസ് നോക്കുകയാണെങ്കിൽ അവിടെ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫേസിലായിരിക്കും. റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ്. അതായത് ഇപ്പോൾ റിയാക്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ കാറ്റലിസ്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും, സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. അതേസമയം റിയാക്റ്റൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ കാറ്റലിസ്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചർ, അതായത് ലെഡ് ചേമ്പർ പ്രോസസ്സാണ്. അവിടെ റിയാക്റ്റൻസ് ആയിട്ടുള്ള SO2ഉം O2ഉം ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് NO ആണ്. NOയും ഗാഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. വേറെ 2 എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇൻവേർഷൻ ഓഫ് ഷുഗർ, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഇവിടെയൊക്കെ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആര് ഹോമോജീനിയസ് കറ്റാലിസിസ്. ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് വെച്ചാൽ റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ്. നെക്സ്റ്റ് വൺ ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹെട്രോജീനിയസ് കറ്റാലിസിസ് പറയുവാണെങ്കിൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലായിരിക്കും. അതായത് റിയാക്റ്റൻസ് ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നു അല്ലെങ്കിൽ സോളിഡ് ഫേസിലാണ് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ കാറ്റലിസ്റ്റ് ഗാഷ്യസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗേഷ്യസ് ഫേസിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഹേബർ പ്രോസസ്സ്. അവിടെ N2 + 3H2 ഗീവ്സ് 2NH3. അവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് Fe ആണ്. അയൺ എന്ന് പറയുന്നത് ഇവിടെ സോളിഡ് സ്റ്റേറ്റിലാണ്, ബാക്കി റിയാക്റ്റൻസ് ഒക്കെ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഇവിടെയും പ്ലാറ്റിനം ആണ് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് ഇരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, ബാക്കി റിയാക്റ്റൻസ് ഒക്കെ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അടുത്തത് ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ. അവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നിക്കലാണ്. നിക്കൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, ബാക്കി റിയാക്റ്റൻസ് ഒക്കെ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹോമോജീനിയസ് കറ്റാലിസിസും ഹെട്രോജീനിയസ് കറ്റാലിസിസും. അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. അപ്പോൾ ഹെട്രോജീനിയസ് കറ്റാലിസിസിൻ്റെ അഡ്സോർപ്ഷൻ തിയറി.
അപ്പോൾ ഈ തിയറി മെയിനായിട്ടും നമ്മുടെ ഹെട്രോജീനിയസ് കറ്റാലിസിസിൻ്റെ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നേരത്തെ ഇതിനെ അഡ്സോർപ്ഷൻ തിയറി ഓഫ് കറ്റാലിസിസ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടൻസ് ഒക്കെ എന്തോ ചെയ്യും, അഡ്സോർബ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ ഇതിൻ്റെ കാറ്റലിറ്റിക് ആക്ഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് റിയാക്ടൻസ് ഉണ്ട്. ഇപ്പം എ ബി എന്ന് പറയുന്ന രണ്ട് റിയാക്ടൻസ്, അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് എ ബി ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ടൻറ്റ്, സപ്പോസ് എ എന്ന് പറയുന്ന റിയാക്ടൻറ്റ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യും. നമുക്കിവിടെ കാറ്റലിസ്റ്റിനെ സി എന്ന് എടുക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന റിയാക്ടൻറ്റ് കാറ്റലിസ്റ്റ് ആയിട്ടുള്ള സി ആയിട്ട് റിയാക്ട് ചെയ്ത് എ സി എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ദെൻ ഈ ഉണ്ടാകുന്ന എ സി എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് വേറൊരു റിയാക്ടൻറ്റ് സേ ബി എന്ന് എടുക്കാം. അപ്പോൾ എ സി ബി എന്ന് പറയുന്ന റിയാക്ടൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റും സി എന്ന് പറയുന്ന കാറ്റലിസ്റ്റും. ഈ കാറ്റലിസ്റ്റ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പറഞ്ഞില്ലേ, വിത്തൗട്ട് ബീങ് കൺസ്യൂംഡ് എന്ന്. അപ്പോൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം കാറ്റലിസ്റ്റ് എടുക്കുമോ അത്രയും കാറ്റലിസ്റ്റ് തന്നെ റിയാക്ഷൻ തീരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റും കിട്ടും, കാറ്റലിസ്റ്റും കിട്ടും. ഇവിടെ എ സി എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. അപ്പോൾ കാറ്റലിറ്റിക് ആക്ടിവിറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിയറിയാണ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി എന്ന് പറയുന്നത്. നമ്മുടെ മോഡേൺ തിയറി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് അഡ്സോർപ്ഷൻ തിയറി ആൻഡ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. മോഡേൺ തിയറി എന്ന് പറയുന്നത് നമ്മുടെ അഡ്സോർപ്ഷൻ തിയറി ഓഫ് കാറ്റാലിസിസും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിയുടെയും ഒരു കോമ്പിനേഷനാണ്. മെയിൻലി ഇതിൽ 5 സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടൻസിൻ്റെ ഡിഫ്യൂഷൻ, അതായത് നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ റിയാക്ടൻസ് എന്തോ ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ഓഫ് റിയാക്ടൻസ്. നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ റിയാക്ടൻ്റ് മോളിക്യൂൾസ് എല്ലാം എന്തോ ചെയ്യും, അഡ്സോർബ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ റിയാക്ടൻ്റ് മോളിക്യൂൾ ഡിഫ്യൂസ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ റിയാക്ടൻ്റ് മോളിക്യൂൾസ് കാറ്റലിറ്റിക് സർഫസിൽ അഡ്സോർബ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് ഒക്കറൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഓൺ ദ സർഫസ് ഓഫ് കാറ്റലിസ്റ്റിക് സർഫസ്, അതായത് നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീസോർപ്ഷൻ ഓഫ് പ്രോഡക്റ്റ് ഫ്രം കാറ്റലിറ്റിക് സർഫസ്. ഡീസോർപ്ഷൻ എന്തെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അഡ്സോർബേറ്റിൻ്റെ ആ ഒരു പ്രോസസ് ഓഫ് റിമൂവിങ് ആണ് ഡീസോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്തോ ചെയ്യും, കാറ്റലിറ്റിക് സർഫസിൽ നിന്ന് ഡീസോർബ് ചെയ്യും. ദെൻ ഡിഫ്യൂഷൻ ഓഫ് റിയാക്ഷൻ പ്രോഡക്ട്സ് എവേ ഫ്രം ദ കാറ്റലിറ്റിക് സർഫസ്. ദെൻ ഈ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്തോ ചെയ്യും, കാറ്റലിറ്റിക് സർഫസിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് പോകും. അപ്പോൾ 5 സ്റ്റെപ്പാണുള്ളത്. 1 റിയാക്ടൻ്റ് ഡിഫ്യൂഷൻ, 2 റിയാക്ടൻസിൻ്റെ അഡ്സോർപ്ഷൻ, 3 നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ, 4 ഡീസോർപ്ഷൻ, ദെൻ ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടൻ്റ് പ്രോഡക്ട്സ് എവേ ഫ്രം ദി കാറ്റലിറ്റിക് സർഫസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഹെട്രോജീനിയസ് കാറ്റാലിസിസ് അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെട്രോജീനിയസ് കാറ്റാലിസിസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് സോളിഡ് കാറ്റലിസ്റ്റ്. ഇപ്പോൾ 2 ഫീച്ചേഴ്സാണ് പറയുന്നത്, ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും. ആക്ടിവിറ്റി പറയുവാണെങ്കിൽ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ കെമിസോർപ്ഷൻ. അപ്പം ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കെമിസോർപ്ഷനെയാണ്. അതുപോലെ തന്നെ റിയാക്ടൻസ് അഡ്സോർബ്ഡ് സ്ട്രോങ്ലി ഓൺ കാറ്റലിസ്റ്റ് ടു ബിക്കം ആക്റ്റീവ്. ഈ നമ്മുടെ റിയാക്ടൻസ് എന്തോ ചെയ്യും, നമ്മുടെ കാറ്റലിസ്റ്റിനെ ഭയങ്കരമായിട്ട് എന്തോ ചെയ്യും, അഡ്സോർബ് ചെയ്യും. ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അഡ്സോർബ് ചെയ്യും. ഒരു എക്സാമ്പിളാണ് ഹൈഡ്രോജനേഷൻ ഓഫ് റിയാക്ഷൻ. നെക്സ്റ്റ് വൺ ഈ സെലക്ടിവിറ്റി. സെലക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു ഡയറക്റ്റ് റിയാക്ഷൻ ടു ഗെറ്റ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അതായത് ഇപ്പം കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഹൈലി സെലക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആ പർട്ടിക്കുലർ റിയാക്ഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറൊരു റിയാക്ഷനിൽ നമുക്ക് ആ കാറ്റലിസ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അയൺ ആണ്. പക്ഷേ കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന വനേഡിയം പെൻറ്റോക്സൈഡ് എന്ന് പറയുന്നത് ആ പ്രോസസ്സിൽ പർട്ടിക്കുലറായിട്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ്. അപ്പം ഈ വനേഡിയം പെൻറ്റോക്സൈഡിനെ നമുക്ക് ഹേബർ പ്രോസസ്സിലെ അയണിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഹൈലി എന്താണ്, സെലക്റ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ 2 ഫീച്ചറാണ് പറയുന്നത്, ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും. ഇപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഹൈലി ആക്റ്റീവും ആണ്, അതുപോലെ തന്നെ ഹൈലി സെലക്റ്റീവും ആണ്.
നെക്സ്റ്റ് വൺ ഈസ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് ബൈ സിയോലൈറ്റ്സ്. അപ്പോൾ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്നത് നോക്കാം. നമ്മുടെ കാറ്റലിറ്റിക് റിയാക്ഷൻ മെയിനായിട്ടും പോർ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. കാറ്റലിറ്റിക് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോർ സ്ട്രക്ചർ ആൻഡ് സൈസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസിൻ്റെ ഗുഡായിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റായിട്ടുള്ള എക്സാമ്പിളാണ് സിയോലൈറ്റ്സ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഹണി കോംബ് സ്ട്രക്ചറാണ്. സിയോലൈറ്റ്സ് ആർ ഗുഡ് ബിക്കോസ് ഓഫ് ഹണി കോംബ് സ്ട്രക്ചർ. അപ്പോൾ ഇനി എന്താണ് സിയോലൈറ്റ്സ് എന്ന് നോക്കാം. സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് ഹൈലി പോറസ് ആയിട്ടുള്ള അലുമിനോ സിലിക്കേറ്റ്സ് ആണ്. ഹൈലി പോറസ് ആയിട്ടുള്ള അലുമിനോ സിലിക്കേറ്റ്സ് ആണ് സിയോലൈറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ സിലിക്കേറ്റ്സിൻ്റെ ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം ആ 3 ഡയമെൻഷണൽ നെറ്റ്വർക്കിലിരിക്കുന്ന കുറേ സിലിക്കൺസിനെയൊക്കെ നമ്മുടെ അലുമിനിയം എന്തോ ചെയ്യും, റീപ്ലേസ് ചെയ്യും. അങ്ങനെ ALOSI എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ അതാണ് സിയോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് പോറസ് അലുമിനോ സിലിക്കേറ്റ്സ് വിത്ത് 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഓഫ് സിലിക്കേറ്റ്സ് ഇൻ വിച്ച് സം ഓഫ് SI ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ അലുമിനിയം ടു ഗീവ് ALOSI നെറ്റ്വർക്ക്. ഈ സിയോലൈറ്റ്സ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലാണ്. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഹൈഡ്രോ കാർബൺസിൻ്റെ ക്രാക്കിങ്ങിനും അതുപോലെ തന്നെ ഐസോമറൈസേഷനും വേണ്ടിയിട്ടാണ് സിയോലൈറ്റ്സ് കാറ്റലിസ്റ്റായിട്ട് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിയോലൈറ്റ്സിൻ്റെ ഒരു സിയോലൈറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ZSM5 എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ആൽക്കഹോൾസിനെ ഗ്യാസോളിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ZSM5 യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഡിയം സിയോലൈറ്റ്സ് ഹാർഡ് വാട്ടർ സോഫ്റ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് സിയോലൈറ്റ്സ്. അപ്പോൾ സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പോറസ് ആയിട്ടുള്ള അലുമിനോ സിലിക്കേറ്റ്സ് ഉണ്ട് വിത്ത് 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഓഫ് സിലിക്കേറ്റ്സ് ആണ്. അവിടെ സിലിക്കൺസിനെ എന്തോ ചെയ്യും, അലുമിനിയം റീപ്ലേസ് ചെയ്ത് ALOSI നെറ്റ്വർക്കാണ് ഫോം ചെയ്യുന്നത്. സിയോലൈറ്റ്സിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇത് കാറ്റലിസ്റ്റായിട്ട് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൽക്കഹോളിനെ ഗ്യാസോളിനായിട്ട് കൺവേർട്ട് ചെയ്യാനും ഹാർഡ് വാട്ടർ സോഫ്റ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സിയോലൈറ്റ്സിനെ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് എൻസൈം കാറ്റാലിസിസ്. എൻസൈം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണ്. നമ്മുടെ ലിവിങ് പ്ലാന്റും അതുപോലെ തന്നെ ആനിമൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നൈട്രോജീനിയസ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടാണ് എൻസൈം എന്ന് പറയുന്നത്. ഈ എൻസൈമിനെ നമുക്ക് ബയോളജിക്കൽ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലിവിങ് ഓർഗാനിസംസിലൊക്കെ ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ കാറ്റലിസ്റ്റായിട്ട് ആര് യൂസ് ചെയ്യാം, എൻസൈംസിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻസൈംസിന് ഒരുപാട് പെക്യുലാരിറ്റി ഉണ്ട്. ഈ എൻസൈം എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആയിരിക്കും. അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും pHലും ഒക്കെ ഹൈലി ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റിയാക്ഷനെ ഏതാണ്ട് 10 മില്യൺ ടൈംസ് സ്പീഡപ്പ് ചെയ്യാനുള്ള കഴിവും എൻസൈമിനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻസൈമിൻ്റെ മെക്കാനിസം നോക്കാം. മെക്കാനിസം ഓഫ് കാറ്റാലിസിസ്. ഇവിടെ നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻസൈം മെക്കാനിസം എന്ന് പറയുന്നത് ഏതാണ്ട് ലോക്ക് ആൻഡ് കീ മോഡലാണ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കീ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ലോക്കിന് മാത്രമല്ലേ സ്യൂട്ട് ആവുള്ളൂ. അതുപോലെയാണ് ഈ എൻസൈം കാറ്റാലിസിസും പറയുന്നത്. അപ്പോൾ ഇവിടെ എൻസൈം കാറ്റാലിസിസിൽ എന്ന് പറയുന്ന എൻസൈം, ഇവിടെ എൻസൈം എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്. എന്ന് പറയുന്ന എൻസൈം നമ്മുടെ എന്ന് പറയുന്ന സബ്സ്ട്രാക്റ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പം ഈ എൻസൈം എന്തോ ചെയ്യും, നമ്മുടെ എന്ന് പറയുന്ന സബ്സ്ട്രാക്റ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് എന്ന് പറയുന്ന ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. എന്ന് പറയുന്ന എൻസൈം എന്ന് പറയുന്ന സബ്സ്ട്രാക്റ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു എൻസൈം സബ്സ്ട്രാക്റ്റ് കോംപ്ലക്സ് ആയിരിക്കും. ദെൻ ഈ എൻസൈം സബ്സ്ട്രാക്റ്റ് കോംപ്ലക്സിൽ നിന്ന് ആര് ഫോം ചെയ്യും, പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഈ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പി എന്ന് പറയുന്നത് പ്രോഡക്റ്റാണ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെ പിയിൽ നിന്ന് റിലീസ് ചെയ്യും. ദെൻ ഡീകമ്പോസസ് ടു ഫോം E+P. എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്ത എൻസൈം, അതായത് കാറ്റലിസ്റ്റ് ആണ്. ദെൻ പി എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. അവിടെ പ്രോഡക്റ്റ് 3rd സ്റ്റെപ്പിൽ എന്തോ ചെയ്യുകയാണ്, റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ എൻസൈം സബ്സ്ട്രാക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു, 2ാമത്തെ സ്റ്റെപ്പിൽ EP ഫോം ചെയ്തു, ദെൻ 3ാമത്തെ സ്റ്റെപ്പിൽ പ്രോഡക്റ്റ് റിലീസായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റാലിസിസിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സാമ്പിൾസ് ഫോർ എൻസൈം കാറ്റാലിസിസ്. കുറച്ച് എക്സാമ്പിൾസ്. ഒന്നെന്ന് പറയുന്നത് ഇൻവേർഷൻ ഓഫ് ഷുഗറിൻ്റെ ഇൻവേർഷൻ, ദെൻ കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻറ്റു ഈഥൈൽ ആൽക്കഹോൾ.
ഷുഗറിനെ ഈഥൈൽ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, പിന്നെ കൺവേർഷൻ ഓഫ് മാൾട്ടോസ് ഇൻറ്റു ഗ്ലൂക്കോസ്, മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിലൊക്കെ നമുക്ക് എൻസൈം കാറ്റലിസ്റ്റിനെ എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. അപ്പോൾ ഒന്നാമത്തത് ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് അമോണിയയാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അമോണിയയുടെ മാനുഫാക്ചറിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അയൺ ആണ്. അതായത് ഫൈൻലി ഡിവൈഡഡ് ആയിട്ടുള്ള അയൺ ആണ് ഹേബർ പ്രോസസ്സിൽ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന പ്രൊമോട്ടർ എന്ന് പറയുന്നത് മോളിബിഡിനം ആണ്. അടുത്ത ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറാണ്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനൈസ്ഡ് അസ്ബറ്റോസ് ആണ് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോണ്ടാക്ട് പ്രോസസ്സ്. കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറാണ്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ വനേഡിയം പെൻറ്റോക്സൈഡ് അല്ലാന്നുണ്ടെങ്കിൽ പ്ലാറ്റിനൈസ്ഡ് അസ്ബറ്റോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് കറ്റാലിസിസ് എന്ന് പറയുന്ന പോർഷൻ ആയിരുന്നു. കറ്റാലിസിസിൽ മെയിനായിട്ടും ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസും അത് റിലേറ്റ് ചെയ്ത് വരുന്ന 5 സ്റ്റെപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് നോക്കി, എൻസൈം കറ്റാലിസിസ് നോക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.